الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പണിയെടുക്കുന്നവരുമാണ്. എന്നാൽ ദുനിയാവിൽ ഒരു സ്വർഗത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് മൻ ലം യദ്ഖുൽഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ഒരാൾക്ക് ലാ യദ്ഖുലു ജന്നത്തൽ ആഖിറ, പരലോകത്ത് അല്ലാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്നുമാണ്. എങ്കിൽ ഏതാണ് ആ സ്വർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ സ്വർഗമായി പരിചയപ്പെടുത്തിയ സ്വർഗം മജാലിസുൽ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, പടച്ചറബിനെ സ്മരിക്കുന്ന ദിക്റിന്റെ മജ്ലിസുകളാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ മറർതും ബിറിയാദിൽ ജന്ന ഫർതഉ, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പുകളിലൂടെ, തോട്ടങ്ങളിലൂടെ കടന്നുപോയാൽ അതിൽ നിങ്ങൾ വിഹരിക്കണം, അതിൽ നിങ്ങൾ മേഞ്ഞു നടക്കണം.
അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, അള്ളാഹുവിന്റെ റസൂലെ ഏതാണ് സ്വർഗത്തിലെ തോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖു ദിക്ർ, ദിക്റിന്റെ സദസ്സുകളാണത്. അതേപോലെ തന്നെ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇർതഉ ഫീ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോട്ടങ്ങളിലൂടെ, തോപ്പുകളിലൂടെ നിങ്ങൾ വിഹരിക്കുക. ഖുൽന യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്ന, അപ്പോൾ ഞങ്ങൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഏതാണ് സ്വർഗത്തിന്റെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കുവാൻ സാധിക്കുന്ന ആ സ്വർഗത്തോപ്പുകൾ ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മജാലിസു ദിക്ർ, ദിക്റിന്റെ മജ്ലിസുകളാണ്. അതുകൊണ്ട് തന്നെ ഫമൻ ശാഅ അൻ യസ്കുന റിയാദൽ ജന്ന ഫിദ്ദുനിയ ഫൽയസ്തൗതിൻ മജാലിസ ദിക്രി ഫഇന്നഹാ റിയാദുൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആ സ്വർഗീയമായ ആരാമങ്ങളിലൂടെ വിഹരിക്കുവാനും അവിടെ താമസിക്കുവാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദുനിയാവിലെ ഈ സ്വർഗത്തിലും അവർ വിഹിതം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദിക്റിന്റെ സദസ്സുകളിലേക്ക് അവർ കടന്നു വരണം. അത് സ്വർഗത്തിന്റെ തോപ്പാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ പഠിപ്പിച്ചത്. എന്താണ് ഹിലഖു ദിക്ർ അല്ലെങ്കിൽ മജാലിസു ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലരും പല രീതിയിൽ അതിനെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആളുകൾ കുറെ വട്ടം കൂടിയിരുന്ന് ദിക്ർ ചൊല്ലുന്ന ഒരു സദസ്സല്ല വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മജാലിസു ദിക്ർ അല്ലെങ്കിൽ ഹിലഖു ദിക്ർ എന്ന് പറയുമ്പോൾ ഹദീസിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. സ്വഹാബത്തിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി പള്ളിയുടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഒരുമിച്ച് കൂടി കുറെ ദിക്ർ ചൊല്ലുന്ന, എല്ലാവരും കൂടി ഒരു കൂട്ട ദിക്ർ ചൊല്ലുന്ന സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലോ ഇല്ല എന്ന് മാത്രമല്ല, അതൊരു നല്ല സംഗതിയായി കണ്ട് ചെയ്ത ആളുകളെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് സ്വഹാബത്ത്. പള്ളിയിൽ നിന്ന് അത്തരം ആളുകളെ ആട്ടിപ്പുറത്താക്കിയ രംഗവും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും കേട്ട സംഭവമാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ സുബ്ഹ് നമസ്കാരത്തിന്റെ അല്പം മുമ്പ് ചെന്ന് നോക്കുമ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, അദ്ദേഹത്തിന്റെ ആ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പരാതി പറയുന്ന, സങ്കടം പറയുന്ന രംഗം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫ അംറൻ അൻകർതുഹു, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ഞാൻ വിലക്കിയ, ഞാൻ എതിർത്തൊരു കാര്യം നിങ്ങളുടെ പള്ളിയിൽ അല്പം മുമ്പ് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്താണ് കാര്യം? റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസ, കുറെ ആളുകൾ പള്ളിയിൽ വന്ന് ഇങ്ങനെ വട്ടമിട്ട് ഇരിക്കുന്നുണ്ട്. യൻതളിറൂന സ്വലാത്ത്, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുബഹ് നമസ്കാരത്തിന്റെ സമയമായിട്ടില്ല, നേരത്തെ വന്ന് പള്ളിയിൽ ഇരിക്കുന്നു. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ, ഓരോ ആ സർക്കിളിലും ഒരു നേതാവുണ്ട്, ഒരു അമീറുണ്ട്. വഫീ ഐദീഹിം ഹസ, അവരുടെ കൈകളിലൊക്കെ ചരൽക്കല്ലുകളുണ്ട്. ഫയഖൂൽ കബ്ബിറൂ മിഅ, അപ്പോൾ അവരുടെ അമീർ, നേതാവ് പറയും, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറയണം. ഏതായാലും ഇരിക്കല്ലേ, പള്ളിയിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ നല്ല ഒരു സമയം, നല്ല ഒരു സ്ഥലം ഒക്കെയാണ് ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അവരിൽ ഒരാൾ പറയും, നിങ്ങൾ 100 പ്രാവശ്യം തക്ബീർ പറയണം എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ദിക്ർ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണം പിടിക്കുവാൻ ആ ചരൽക്കല്ലുകൾ അവർ നീക്കിവെക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഹല്ലിലു മിഅ, 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിക്റുകൾ ഈ പ്രത്യേകമായ രീതിയിൽ കണ്ടതിനെ സംബന്ധിച്ചാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്, നിങ്ങളുടെ പള്ളിയിൽ ഞാൻ വെറുക്കുന്ന, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം കണ്ടു, ഒരു തെറ്റ് കണ്ടു എന്ന് പറഞ്ഞത്.
ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ജ്ഞാനവൃദ്ധനായ പണ്ഡിതനായ സ്വഹാബി, അദ്ദേഹം പറഞ്ഞു, അഫല അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം, താങ്കൾക്ക് അവരോട് പറയാമായിരുന്നില്ലേ അവർക്ക് അവരുടെ തെറ്റുകൾ എണ്ണം പിടിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഇന്നലെ ഇന്ന തെറ്റുകൾ ചെയ്തു പോയി എന്ന തെറ്റുകളെ സംബന്ധിച്ച് അവർ എണ്ണം പിടിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് നല്ലത് എന്ന് പറയാമായിരുന്നില്ലേ? ലാ യളീഉ മിൻ ഹസനാതിഹിം ഷൈ, എങ്കിൽ അവരുടെ നന്മകളിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോകും എന്ന് നമുക്ക് ഭയപ്പെടേണ്ടി വരികയില്ലായിരുന്നു. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത ഒരു രീതിയും ഒരു രൂപവുമാണ് അവർ ദിക്റിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെ വളരെ ദീർഘമായ സംസാരവും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന രീതി ആ ഹദീസിന്റെ ബാക്കി ഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, മജ്ലിസു ദിക്ർ അല്ലെങ്കിൽ ഹിലഖു ദിക്ർ, ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രൂപം സ്വീകരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹാവഭാവാദികളോടെയുള്ള ദിക്റിനെ സംബന്ധിച്ചല്ല. അതേപോലെ തന്നെ ദിക്ർ ഹൽക്ക എന്നും പറഞ്ഞ് ആളുകളെ കൂട്ടി കൈകൊട്ടുകയും ഒച്ചവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തുള്ളലും ചാട്ടവും ഒക്കെയുള്ള സൂഫി മജ്ലിസുകൾ, ദിക്റിന്റെ സദസ്സുകൾ എന്ന പേരിൽ പരിചയപ്പെടുത്താറുണ്ട്. അതും ദീൻ പഠിപ്പിച്ച ദിക്റല്ല. അതിനെപ്പറ്റിയല്ല സ്വർഗത്തിന്റെ തോട്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന, പടച്ചറബിനെ ഓർക്കുന്ന സദസ്സുകളാണ് മജാലിസു ദിക്ർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഹലാലും ഹറാമുകളും ഏതാണ് എന്ന് പറഞ്ഞു തരുന്ന, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റിന്റെ മജ്ലിസ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം. ദിക്റുല്ലാഹി സുബ്ഹാനഹു വ തആല ആമ്മുൻ യശ്മുലു ഫിഅലൽ അവാമിരി വജ്തിനാബിൻ നവാഹി. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അത് വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്ന സംഗതിയാണ്. അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച നന്മകൾ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കൽ അതിന്റെ ഭാഗമാണ്. വയശ്മുലു തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ ഒക്കെ ദിക്റിന്റെ ആ വിശാലമായ അർത്ഥത്തിൽ വരുന്നതാണ്. വഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യൽ ദിക്റാണ്. വനഹ്വു ദാലിക മിമ്മാ ശറഅഹു അല്ലാഹു മിനൽ അഖ്വാലി വൽ അഫ്ആൽ, അല്ലാഹു മതപരമായി നമുക്ക് നിശ്ചയിച്ചു തന്ന, അംഗീകരിച്ചു തന്ന ഇത്തരം വാക്കുകളും പ്രവൃത്തികൾക്കും ഒക്കെ പറയാൻ പറ്റിയതാണ് അള്ളാഹുവിനുള്ള ദിക്ർ എന്നുള്ള വാക്ക്. വലൈസ മിൻഹു ത്വബ്ലു വത്തസ്ഫീഖ് വദ്ദിക്റുൽ ജമാഇ, എന്നാൽ അതിന്റെ പേരിൽ ചെണ്ട കൊട്ടലും കൈകൊട്ടലും അതേപോലെ തന്നെ കൂട്ടമായി ഒരു ദിക്ർ ചൊല്ലുകയും ഒച്ചയുണ്ടാക്കുകയും ഒക്കെ ചെയ്യൽ അത് ഈ പറഞ്ഞ ദിക്റിൽ പെട്ടതല്ല. ബൽ ദാലിക ബിദ്അത്തുൻ ലാ യജൂസ്, അത് മതത്തിൽ കടത്തിക്കൂട്ടിയ ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് ലജ്നത്തു ദാഇവയുടെ ഫത്വയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിനുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് എത്രമാത്രം സ്ഥാനമുണ്ട്. സ്വർഗത്തിലെ പദവിക്ക് തുല്യമായ, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടുന്ന സ്വർഗം പോലെ അതിലേക്ക് പോകുവാനുള്ള ഒരു വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്. ദിക്റുള്ള, അത് കേവലം നാവുകൊണ്ട് ചെല്ലുന്ന ദിക്റും മാത്രമല്ല, നാവുകൊണ്ട് പറയുന്ന ദിക്റുണ്ട്. അദ്കാറുകൾ, ദിക്റുൽ ലിസാൻ, നാവുകൊണ്ട് പറയുന്ന ദിക്റുകളുണ്ട്. നമസ്കാര ശേഷം നമ്മൾ ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, അതേപോലെ തന്നെ അദ്കാറുസ് സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും നമ്മളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദിക്റുകൾ, അതൊക്കെ നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ്. അതിന് അതിൻ്റെതായ സ്ഥാനവും പദവിയും മഹത്വവും ഒക്കെ ഇസ്ലാമിലുണ്ട്. എന്നാൽ അത് മാത്രമല്ല ദിക്റുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ള ദിക്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ദിക്റുകളുണ്ട്. ദിക്റുൽ ജവാരിഹ്, കൈകാലുകൾ കൊണ്ട് നമുക്ക് ചെയ്യുവാൻ പറ്റിയ ദിക്റുണ്ട്. അതെന്താണ്? അൽ അവാമിറു വൻ നവാഹി, അള്ളാഹു കൽപ്പിച്ച കുറെ കൽപ്പനകളുണ്ട്, പടച്ചറബ് വിലക്കിയ കുറെ വിലക്കുകളുണ്ട്. ദീൻ പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ ചെയ്യൽ, വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കൽ, ഫർളും സുന്നത്തുമായ ആ കാര്യങ്ങൾ നമ്മുടെ അവയവങ്ങളിലൂടെ നമ്മൾ ചെയ്യൽ, അത് പടച്ചറബിനുള്ള ദിക്റാണ്. ഹറാമുകളായ കാര്യങ്ങളിൽ നിന്ന്, അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ,
അള്ളാഹുവിനുള്ള ദിക്റിന്റെ ഭാഗമാണ് എന്നാണ്. തീർന്നില്ല, മൂന്നാമത്തെ ഒരു ദിക്റുണ്ട്, ഹൃദയം കൊണ്ടുള്ള ദിക്ർ, ദിക്റുൽ ഖൽബ്. അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ഓർക്കുക, പടച്ച റബ്ബിന്റെ അളമത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മഹാത്മത്തെയും മഹത്വത്തെയും കുറിച്ച് നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ പടച്ച റബ്ബിന്റെ ശക്തിയും മഹത്വവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് വിനയാന്വിതരാവുക. നാവുകൊണ്ടും മറ്റ് അവയവങ്ങൾ കൊണ്ടും നമ്മൾ ചെയ്യുന്ന ആ ദിക്റുകൾ മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടുകൂടി അവയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്യുവാൻ സാധിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ദിക്ർ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. അദ്ദിക്റു താം മാ യതവാതഉ അലൈഹിൽ ഖൽബു വൽ ലിസാൻ. കേവലം നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയലല്ല ദിക്ർ, മറിച്ച് ആ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സും നാവും തമ്മിൽ യോജിച്ചു വരണം. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിന്റെ മഹത്വം നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുവാനും അതിന് നന്ദി കാണിക്കുവാനുമുള്ള മനസ്സ് ആ നാവിനൊപ്പം ചേർന്ന് വരണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ് ഏറ്റവും പരിശുദ്ധൻ, അള്ളാഹു യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനാണ് എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ മനസ്സ് അതിനോട് ചേർന്ന് വരണം. നാവിനും കൽബിനും അവയവങ്ങൾക്കുമൊക്കെ ആ ദിക്റിന്റെ ദിക്റുള്ളയിൽ അതിൻ്റെതായ റോളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അർത്ഥം ഗ്രഹിച്ച് ആശയം ഉൾക്കൊണ്ട് വേണം അത്തരം അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. നാവ് കൊണ്ട് പറയേണ്ടത് നാവ് കൊണ്ട് പറയുക തന്നെ വേണം. നാവ് കൊണ്ട് പറയുന്നതിന് യാതൊരു സ്ഥാനവുമില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കറിയാം, ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്കാരത്തിൽ എത്രയോ അദ്കാറുകളുണ്ട്. നാവ് കൊണ്ട് നമ്മൾ ചൊല്ലിപ്പറയേണ്ട പലതും നിസ്കാരത്തിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന് ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, നിസ്കാരമില്ല എന്നാണ്. അപ്പൊ ഒരാൾ ആ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് കടന്നുപോയാൽ, മനസ്സിലുണ്ട് അയാൾക്ക് അഊദു മുതൽ ആമീൻ വരെയുള്ള എല്ലാ സംഗതികളും അയാളുടെ മനസ്സിൽ അയാൾ പറയുന്നുണ്ട്. നാവ് കൊണ്ട് ചുണ്ട് ചലിപ്പിച്ച് നാവ് ചലിപ്പിച്ചത് പറയുന്നില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അത് നാവ് കൊണ്ട് പറയേണ്ട ദിക്റാണ്. അതേപോലെ തന്നെ റുകൂഇലും സുജൂദിലും ഒക്കെ നമ്മൾ ചൊല്ലേണ്ടുന്ന സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ അദ്കാറുകൾ നമസ്കാരത്തിലുണ്ട്. അതൊന്നും മനസ്സിലോർത്താൽ പോരാ, നാവും ചുണ്ടും ചലിപ്പിച്ച് പറയുക തന്നെ വേണം. ഇതുപോലെ തന്നെയാണ് രാവിലെ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, വൈകുന്നേരങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, ഉറങ്ങാൻ നേരത്തും ഉണരുമ്പോഴുമൊക്കെ ചൊല്ലുവാൻ പഠിപ്പിച്ച ദിക്ർ, അതിന്റെ ആശയമൊക്കെ ഓർത്തിങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് പറയണം. കേവലം യാന്ത്രികമായ പറച്ചിലും പോരാ, ഖൽബ് അതിന്റെ ആശയം ഗ്രഹിച്ച് കൂടെ ഉണ്ടാകണം, മനസ്സിൽ അതിന്റെ ആശയം കടന്നു വരണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പടച്ച റബ്ബിനെ സ്തുതിക്കാറുണ്ട്. അത് കേവലം യാന്ത്രികമായി അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സംഗതി ആകരുത്, മറിച്ച് ആലോചിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരൽപ്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഏറ്റവും ചെറിയ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മനസ്സിൽ നമുക്ക് ഓർക്കുവാൻ സാധിക്കണം, എത്രയോ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ സാധ്യമല്ലാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ട് മരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പട്ടിണി കിടന്നുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം നിസ്സഹായമായി നോക്കി നിൽക്കുമ്പോൾ ആ പട്ടിണി കോലങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, വീട്ടിൽ യഥേഷ്ടം അത് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ബിസ്മി പറഞ്ഞ് കഴിക്കുമ്പോൾ ആ ഭക്ഷണം തന്ന റബ്ബിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ബിസ്മി പറയുവാൻ നമുക്ക് സാധിക്കണം. എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട്, പരിക്കുകൾ കൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ സമ്പന്നരായിരിക്കും അവർ, നമ്മളെക്കാൾ സൗകര്യങ്ങളുള്ള വീടും ആളുകളും ഒക്കെ അവർക്കുണ്ടായിരിക്കും. പക്ഷെ പലതും കഴിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട്, ആർത്തിയുണ്ടെങ്കിലും കൊടുക്കാൻ പാടില്ല, അവർക്ക് കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പലരെയും ഓർത്തുകൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നമുക്ക് യഥേഷ്ടം ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് വൃത്തിയായി കടന്നു വരാൻ സാധിക്കുന്നുണ്ട്.
ആരുടെയും ആശ്രയം ആവശ്യമില്ലാതെ അത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഏറ്റവും വലിയൊരു നിഅമത്താണത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വസവ്വാഹു വജഅല ലഹു മഖ്റജ. എനിക്ക് തിന്നാൻ തരുകയും എന്നെ കുടിപ്പിക്കുകയും ചെയ്ത, അതിനെല്ലാം ശേഷം ആ കാര്യങ്ങൾക്ക് സ്വച്ഛമായി അത് പുറത്തു പോകുവാനുള്ള വഴിയും ഒരുക്കി തന്ന റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. അത് ഏതെങ്കിലും ആളുകൾ അറബിയിൽ ചൊല്ലി പറയുമ്പോ ആമീൻ പറഞ്ഞ് അങ്ങ് പാസ്സാക്കി കൊടുക്കേണ്ട സംഗതിയല്ല. മനസ്സിൽ തട്ടി മനസ്സറിഞ്ഞ് നമ്മൾ പറയേണ്ടതാണ്. അപ്പോഴാണ് ആ ദിക്റുള്ളയായി മാറുന്നത്, ശരിയായ അർത്ഥത്തിലുള്ള ദിക്റായി മാറുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അദ്കാറുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒട്ടേറെ പടച്ചറബിന്റെ വിധിവിലക്കുകളുണ്ട്, നിയമശാസനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കുവാനും നമുക്ക് സാധിക്കുക എന്നത് ആ ഭക്ഷണം നൽകിയ, വെള്ളം നൽകിയ, അവയവങ്ങൾ നൽകിയ റബ്ബിനോടുള്ള ശുക്റിന്റെയും ദിക്റിന്റെയും ഭാഗമാണ്. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കണം, തിന്നുമ്പോൾ വലത് കൈകൊണ്ട് തിന്നണം, ബിസ്മി പറഞ്ഞുകൊണ്ടായിരിക്കണം. അതേപോലെ തിന്നു കഴിയുമ്പോൾ അള്ളാഹുവിന് സ്തുതിക്കണം. ഇതൊക്കെ കേവലം നിസ്സാരമായൊരു സുന്നത്ത് എന്ന് പറഞ്ഞ് ലാഘവത്വത്തോടുകൂടി നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയേണ്ട സംഗതിയല്ല. ഭക്ഷണശേഷം അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർമ്മയോടുകൂടിയാണ് എങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയുന്നത് ആ ഒരു ചിന്തയോടുകൂടിയാണെങ്കിൽ, ആ റബ്ബ് ഭക്ഷണം നൽകിയ, കൈ നൽകിയ, ആരോഗ്യം നൽകിയ റബ്ബ് വലത് കൈ കൊണ്ട് തിന്നാനും കുടിക്കാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. അതാണ് എന്റെ ഐഡന്റിറ്റി. ആ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്റെ ഒരു അഭിമാനമാണ് എന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതേപോലെ ദിക്റുള്ള അല്ലെങ്കിൽ ദിക്റുൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിന് ചെയ്യുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്, വിശാലമായ ആശയതലങ്ങൾ അതിനുണ്ട്. അള്ളാഹുവിനെ പറ്റി പറയൽ, അള്ളാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തൽ, നമ്മൾ തന്നെ സ്വയം പടച്ച റബ്ബിനെ ഓർക്കൽ, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകൽ, അള്ളാഹു നമ്മളെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകൽ, പടച്ച റബ്ബ് നമ്മെ കൈവിടുകയില്ല, സഹായിക്കുമെന്നുള്ള ചിന്ത, ആ സഹായിക്കുവാൻ കഴിവുള്ള കരുണയുള്ളവനാണ് റബ്ബ്, ആ റബ്ബ് എന്റെ വിളി കേൾക്കും, ഞാൻ ചോദിച്ചാൽ തരും എന്ന പ്രതീക്ഷ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. രോഗിയായി അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് അവർ വയ്യാതെ കിടക്കുമ്പോൾ നിരാശരായി സങ്കടങ്ങൾ പറഞ്ഞ് പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളും അവർ പറയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ വിനിയോഗിക്കുന്ന സമയവും വാക്കുകളുമൊക്കെ ഈ പറഞ്ഞ ദിക്റുള്ളയുടെ ഭാഗമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയലാണ്, ഓർമ്മിപ്പിക്കലാണ്. വഹുവ അർഹമു ബിനാ മിനൽ വാലിദതി ലിവലദിഹാ, പെറ്റ ഉമ്മക്ക് ആ മക്കളോട് എത്രമാത്രം സ്നേഹവും കാരുണ്യവും ഉണ്ടായിരിക്കും, അതിനേക്കാൾ നമ്മളോട് കരുണയും കാരുണ്യവും ഉള്ളവനാണ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കൽ. വേദനിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളൂ, അള്ളാഹു നമ്മളെ കഷ്ടപ്പെടുത്തുവാനും ബുദ്ധിമുട്ടിക്കുവാനുമല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാക്കി തരുന്ന, നന്മകളെ സംബന്ധിച്ച് പ്രേരിപ്പിക്കുന്ന, തിന്മകളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന എന്തെല്ലാം വർത്തമാനങ്ങളുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ, അതെല്ലാം അള്ളാഹുവിനുള്ള ദിക്റിന്റെ ഭാഗമാണ്. അതിനാൽ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം, ആളുകളോട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയല്ലേ, മറിച്ച് നിങ്ങൾ ദുആ ചെയ്തോളൂ, റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടോളൂ, ഖൈറുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വസിക്കുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും നമ്മൾ മെനക്കെടുമ്പോൾ ആ ചെയ്തികളും ആ വാക്കുകളും ഒക്കെ ദിക്റുള്ളയുടെ ഭാഗമാണ് എന്ന്. അതേപോലെ ആയത്തുകളും ഹദീസുകളും വായിക്കൽ, പഠിക്കൽ, പാരായണം ചെയ്യൽ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ, പഠിപ്പിക്കൽ, അവയിൽ വന്ന പ്രകീർത്തനങ്ങൾ, ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, അദ്കാറുകൾ എല്ലാം പറയൽ, ഇതൊക്കെ വലിയ പുണ്യമുള്ള അള്ളാഹുവിനുള്ള ദിക്റിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പടച്ച റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട ഈ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, എന്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ ഭയപ്പാടുകളും സങ്കടങ്ങളും എനിക്ക് സമർപ്പിക്കുവാൻ, ഇറക്കി വെക്കുവാനുള്ള അത്താണിയായി, ആശ്രയമായി എന്റെ റബ്ബല്ലാതെ, പടച്ചവനല്ലാതെ ആരും എനിക്കില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, വഹ്ദഹു ലാ ശരീക ലഹു, അവൻ മാത്രമാണ് അതിനർഹൻ.
അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, എല്ലാവിധ ആധിപത്യവും അധികാരവും അവന്റേതാണ്, അവനുള്ളതാണ്. ഈ കാണുന്ന സർവസ്വവും അവന്റേതാണ്. വലഹുൽ ഹംദ്, അവനാകുന്ന സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ആരെങ്കിലും 100 തവണ പറഞ്ഞാൽ, രാവിലെ 100 തവണ പറഞ്ഞാൽ 100 അടിമയെ മോചിപ്പിച്ചതിന്റെ തുല്യമായ പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 100 ഹസനത്തുകൾ, നന്മകൾ, പുണ്യങ്ങൾ അയാൾക്ക് രേഖപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 100 തിന്മകൾ, ചെറുദോഷങ്ങൾ അത് നിമിത്തം അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. പിശാചിൽ നിന്ന് വൈകുന്നേരം വരെയും ഒരു സുരക്ഷയായി ആ വചനത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഹദീസിൽ കാണാം, ഒരു സുരക്ഷാ വലയം നമ്മുടെ കൂടെ ഉണ്ടാകും പകൽ മുഴുവനും. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ആ ഹദീസ് കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ചൊല്ലിപ്പറയേണ്ട ദിക്റുകളുണ്ട്. അതേപോലെ പടച്ചറബിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ കുറിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പറഞ്ഞു കൊടുക്കൽ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, അത് പാരായണം ചെയ്യാൻ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ, അതിന്റെ ആയത്തുകളും അർത്ഥങ്ങളും ഒക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൽ, മാത്രമല്ല ദുആ ചെയ്യൽ, പടച്ചറബിനോട് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറയൽ, ഇതൊക്കെ അള്ളാഹുവിനുള്ള ദിക്റിന്റെ ഭാഗമാണ്. ഇബാദത്തുകളെല്ലാം നാം നിർവഹിക്കുന്ന നമസ്കാരം, അതേപോലെ തന്നെ സകാത്ത്, നോമ്പ്, ഹജ്ജ് എന്ന് വേണ്ട സകലമായ ഇബാദത്തുകളും ഇന്നമാ തുഖാമു ലിഇഖാമത്തി ദിക്രില്ല. എന്തിനാ അള്ളാഹ് നമുക്ക് അതൊക്കെ നിശ്ചയിച്ചത്? അള്ളാഹ്ക്ക് ദിക്ർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യാന്ത്രികമായി എന്താണ് പറയുന്നത് എന്നറിയാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന, വിളിച്ചു പറയുന്ന ഒരു ഇബാദത്തല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന ഇബാദത്ത്. മറിച്ച് നാവും മനസ്സും അവയവങ്ങളും എല്ലാം ഒത്തുവരുന്ന, പടച്ചറബിനെ പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന എല്ലാ സംഗതികളും, അതാണ് ദിക്റുള്ളയുടെ വിശാലമായ അർത്ഥത്തിലുള്ളത്. ഖൽബും ലിസാനും ജവാരിഹും എല്ലാറ്റിനും അതിൻ്റെതായ റോളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, കുല്ലു മാ തകല്ലമ ബിഹിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്ന എല്ലാ വർത്തമാനങ്ങളും, വതസവ്വറഹുൽ ഖൽബ്, മനസ്സിൽ കോലപ്പെടുത്തുന്ന എല്ലാ സംഗതികളും, മിമ്മാ യുഖർരിബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ, മിൻ തഅല്ലുമി ഇൽമിൻ, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം പഠിക്കൽ, വതഅലീമുഹു, അതല്ലെങ്കിൽ ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കൽ, വഅംറും ബിൽ മഅറൂഫ്, ഒരു നന്മ ആളുകളോട് പറഞ്ഞു കൊടുക്കൽ, വനഹ്യുൻ അനിൽ മുൻകർ, ഏതെങ്കിലും ഒരു തിന്മ വിലക്കൽ, വിരോധിക്കൽ, ഫഹുവ മിൻ ദിക്രില്ല, ഇതൊക്കെ അള്ളാഹുവിനുള്ള ദിക്റിന്റെ ഭാഗമാണ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കുവാൻ സാധിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് പടച്ചറബിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും. ആരും നമ്മെ വിളിച്ച് തട്ടി ഉണർത്തി ഓർമ്മിപ്പിക്കേണ്ട സംഗതി ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം നമുക്ക് വന്നാൽ, ഏതെങ്കിലും നിസ്സാരമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യത്തിലും ഒരു ഗുണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ കാര്യമായി നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ മിടുക്കുകൊണ്ട്, എന്റെ സാമർഥ്യം കൊണ്ട്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്നൊന്നുമല്ല, എന്റെ റബ്ബ് നൽകിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കും. ഏതൊരു നിഅമത്ത് കിട്ടുമ്പോഴും പടച്ച റബ്ബിന് സ്തുതി പറയുന്ന, നന്ദി കാണിക്കുന്ന ഒരടിമ, ഇനി ഏതെങ്കിലും ആപത്തിലും അപകടങ്ങളിലും പ്രയാസങ്ങളിലും അയാൾ പെട്ടാലോ, സ്വബറ, അയാൾ അപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും പറയാതെ കയ്യും കാലും കണ്ണും കാതുമൊക്കെ നിയന്ത്രിച്ചാൽ അതും ഒരടിമയുടെ ഏറ്റവും ഉന്നതമായ ഗുണമാണ്, അള്ളാഹുവിനുള്ള ദിക്റിന്റെ ഭാഗമാണ്. ഇനി ജീവിതത്തിൽ വല്ല അബദ്ധവും തെറ്റുകുറ്റവും അയാൾക്ക് സംഭവിച്ചു പോയാൽ ഉടനെ അയാൾ റബ്ബിനെ കുറിച്ച് ഓർക്കും, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. ഇസ്തഗ്ഫറ, ഇദാ അദ്നബ ഇസ്തഗ്ഫറ, അബദ്ധം സംഭവിച്ചാൽ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാൽ അയാൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടും. ഇത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഉൻവാനുസ് സആദ, ജീവിത വിജയത്തിന്റെ ശീർഷകങ്ങളാണ്, തലക്കെട്ടുകളാണ് എന്ന്. ഏതൊക്കെ കാര്യങ്ങൾ? ഏതൊരു നന്മ വരുമ്പോഴും റബ്ബിനെ ഓർത്ത് ശുക്ർ പറയാൻ, നന്ദി കാണിക്കുവാനുള്ള മനസ്സ്, ഏത് പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അള്ളാഹുവിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും, ഒരു പ്രവൃത്തി പോലും വരാതെ ക്ഷമിച്ച് സഹിച്ച് നിലനിൽക്കുകയും,
ഒരു അബദ്ധം, തെറ്റ്, കുറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുവാൻ സാധിക്കുമെന്നാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ അഹ്സാബിലെ 41-42 വചനങ്ങളിൽ അള്ളാഹ് പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക. ഏതൊക്കെ രീതിയിൽ? നാവ് കൊണ്ടോർക്കണം, ഹൃദയം കൊണ്ടോർക്കണം, അതേപോലെ കൈകാലുകൾ കൊണ്ട് ആ ദിക്ർ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അവന്റെ വിശുദ്ധിയെ, പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനവും നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. അതിന് ഒട്ടേറെ നന്മകളുണ്ട്, നേട്ടങ്ങളുണ്ട്, ദുനിയാവിലും നാളെ പരലോകത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചറബിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന്, സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചറബിനുള്ള ദിക്റിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാദുൽ ജന്ന, ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ ആ ഒരു ചേർച്ചയും കോർവയും എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, നിരന്തരം റബ്ബിനെ സ്മരിക്കുന്ന, എന്ത് സങ്കടവും റബ്ബിനോട് പറയുന്ന അടിമക്ക് ശാന്തിയും സമാധാനവും ദുനിയാവിൽ കൈവരിക്കും എന്നത് തന്നെയാണ് ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതി. ഖുർആൻ പറഞ്ഞതുപോലെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, പടച്ചറബിനോട് കാര്യങ്ങൾ പറയുന്നതിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്നതിലാണ് മനസ്സിന് സമാധാനം കിട്ടുക. നമ്മൾ ഭൗതികമായി എന്തെല്ലാം ഉള്ളവരാണെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും ഓർമ്മയും ഇല്ലാത്ത ആളുകളാണോ? ലാഭമുണ്ടായി, നേട്ടമുണ്ടായി, അങ്ങനെ അടിച്ചുപൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു തിരിച്ചടി, ഒരു രോഗമാകാം, സാമ്പത്തികമായ പ്രതിസന്ധിയായിരിക്കാം, അവിടെ ആകെ ജീവിതം താളം തെറ്റുമ്പോൾ, ഇതൊക്കെ എന്റെ കണക്കിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ, റബ്ബുമായി ബന്ധപ്പെടുത്തി ജീവിക്കുന്നവനാണെങ്കിൽ, അയാൾക്കതങ്ങനെ സ്വീകരിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഖുർആൻ എടുത്തു പറഞ്ഞതും മനസ്സമാധാനവും സ്വസ്ഥതയുമാണ്. ഭൗതിക വിഭവങ്ങളെക്കാൾ ഉപരി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംഗതി, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തി അടഞ്ഞ സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടവരും, നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവും തൃപ്തിപ്പെട്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളും തൃപ്തിപ്പെട്ട്, ആ നിലയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുന്ന ആ വിളി കേട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന മനസ്സമാധാനം, അതിന്റെ ഒരു വിഹിതം ദുനിയാവിൽ കിട്ടും. ഈ പറഞ്ഞ രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള ശ്രദ്ധയും ബോധവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെയുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ദിക്റിന്റെ സദസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മലായിക്കത്തുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അള്ളാഹുവിനെ ശപിക്കുന്ന അല്ലെങ്കിൽ പടച്ചറബ് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ തോന്നിവാസങ്ങളുടെ, തിന്മകളുടെ കേന്ദ്രങ്ങളിൽ, അത്തരം സദസ്സുകളിൽ ഒരിക്കലും ആ നന്മയുടെ യാതൊന്നും ഉണ്ടാവുകയില്ല. പരലോകത്താണെങ്കിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകും, അള്ളാഹുവിന്റെ റിള, തൃപ്തി ഉണ്ടാകും, സ്വർഗത്തിൽ അത് കിട്ടും. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ആ തോട്ടത്തോട് സമാനമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിന്റെ മജ്ലിസിനെ പറഞ്ഞതിൽ ഒട്ടേറെ സാമ്യതകൾ, ആശയപരമായ ബന്ധങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, തഫഖദുൽ ഹലാവത ഫീ സലാസതി അഷ്യാ, നിങ്ങൾ മനസ്സിന് സമാധാനവും ആസ്വാദനവും സന്തോഷവും 3 കാര്യങ്ങളിലാണ് അന്വേഷിക്കേണ്ടത്, തേടേണ്ടത്. ഒന്ന് ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ.
നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ റബ്ബിനോട് പറയാൻ നിങ്ങൾ സമയം കണ്ടെത്തി റബ്ബുമായി നടത്തുന്ന മുനാജാത്ത്, ആ രഹസ്യ സംഭാഷണം, പടച്ചവനോട് സങ്കടങ്ങൾ പറഞ്ഞുള്ള ദുആ. വഫി ദിക്ർ, അതേപോലെ തന്നെ ദിക്റിൽ, അള്ളാഹുവിനുള്ള ദിക്റിൽ നിങ്ങൾക്ക് സമാധാനവും ആസ്വാദനവും കണ്ടെത്തുവാൻ സാധിക്കണം. വഫി തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യുന്നതിൽ, ഓതുന്നതിൽ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനവും ആസ്വാദനവും കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഫഇൻ വജത്തും, നിങ്ങൾ വിജയിച്ചു. അതിൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതൊരു ശുഭലക്ഷണമാണ്. വഇല്ല, ഖുർആൻ ഓതിയിട്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല, പടച്ച റബ്ബിനോട് സങ്കടങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തിട്ട് സമാധാനം കിട്ടുന്നില്ല, കുറെ ഫർളും സുന്നത്തുകളൊക്കെ നിസ്കരിച്ചിട്ടും മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ലെങ്കിൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അന്നൽ ബാബ മുഗ്ലഖ്, നിങ്ങളുടെ വഴിയിൽ ആ നന്മയുടെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായി തെറ്റുകൾ തിരുത്തി ആ റബ്ബിലേക്ക് നിങ്ങൾ മനസ്സും കൈയും നീട്ടി തിരിച്ചു ചെന്നാൽ രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ വിജയമില്ല, പരാജയമാണ്, ലാഭമല്ല നഷ്ടമാണ് എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ഷർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും പടച്ച റബ്ബ് ഖൈറുകളും ബറക്കത്തുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് സഹോദരങ്ങളുണ്ട്. ശാരീരികമായി രോഗസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.